ഇപ്പൊ എവിടെ നോക്കിയാലും നൂറ പ്രേമികളാണ്. നൂറയുടെ സൗന്ദര്യമാണ് വിഷയം. നൂറയും ആദിലയും തെറ്റിപ്പിരിയണം, എന്നിട്ട് നൂറയെ വേറെ ആണുങ്ങൾ കെട്ടണം. ആരും കെട്ടുന്നില്ലെങ്കിൽ ഞാൻ കെട്ടും. അങ്ങനെ ബിഗ് ബോസിൽ ഇവർ വന്നതിന് ശേഷം ഫേസ്ബുക്കിലും റീൽസിലും മറ്റും ഏറ്റവും കാണുന്ന ഒരു കോണ്ടന്റ് ആണിത്. നൂറ സുന്ദരിയാണ്, അതുകൊണ്ട് അവളെ ആണുങ്ങൾ കെട്ടുന്നതാണ് നല്ലത്, അതാണ് ശരി. അങ്ങനെ ഒരു ശരി ഉണ്ടാകാൻ വേണ്ടി അവർ തമ്മിൽ, അതായത് ലെസ്ബിയൻ കപ്പിളായ ആദിലയും നൂറയും തമ്മിൽ തെറ്റിപ്പിരിയട്ടെ എന്ന്. ഇതിപ്പോ ഹെട്രോസെക്ഷൽ കപ്പിളായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുമായിരുന്നോ? ഇല്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ആ ഒരു ടൈപ്പ് റിലേഷൻഷിപ്പിനെ അങ്ങനെ പൊട്ടിക്കാണണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. ആ ബന്ധങ്ങളൊക്കെ വലിയ സംഭവമാണ് എന്ന തോന്നൽ. ഒരാണും ഒരു പെണ്ണും കെട്ടിക്കഴിഞ്ഞാൽ അതിലെ പെണ്ണ് പിന്നീട് ഒരുത്തിന് മോഹിക്കാൻ മാത്രം വിലയുള്ള ഒന്നല്ല. അവിടെ ആ പെണ്ണിന് എന്തോ ഒന്ന് നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ പെണ്ണുമാണ് റിലേഷനിലെങ്കിൽ അങ്ങനെയൊന്നുമില്ല എന്ന തോന്നൽ. ഇതൊക്കെ വളരെ സബ് കോൺഷ്യസ് ആയി വരുന്ന ചിന്തകളാണ്. അതാണ് ഈ നൂറ പ്രേമത്തിന് പിറകിൽ. ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് നൂറയെയും ആദിലയെയും അവരുടെ വീഡിയോസും എവിടെ കണ്ടാലും കൂട്ടമായി വന്ന് തെറി പറയാൻ വേണ്ടി ജീവിതം ഡെഡിക്കേറ്റ് ചെയ്ത ഒരു പറ്റം ആളുകൾ ഉണ്ടായിരുന്നു. എവിടെ നോക്കിയാലും ഈ തെറി വിളിക്കാൻ മഹാപകയാണ് ഇവരോട്. അതിനും ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവർ പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങളെ തെറി വിളിക്കാൻ വലിയ കാരണമൊന്നും വേണ്ട. രണ്ട്, ഇവർ ലെസ്ബിയൻസ് ആണ്. തെറി വിളിക്കാൻ വലിയ കാരണമായി. മൂന്ന്, ഇവർ മുസ്ലിംസ് ആണ്. മുസ്ലിം പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? പോരേ പൂരം. ഒരു അപൂർവ കോമ്പിനേഷൻ. തെറി വിളിക്കാൻ ഇവരുടെ പുറകിന്ന് മാത്രം കാലം എത്രയായാലും മാറാത്തതിന് വേറെ കാരണം വേണം. അങ്ങനെ ഹോമോഫോബിയക്കാരും മതം തലയ്ക്ക് കയറിയവരും സ്ത്രീ വിരുദ്ധതയുള്ളവരും ഒക്കെ കൂട്ടമായി വന്ന് തെറി വിളിക്കുന്ന ഇവർ ബിഗ് ബോസിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? സംഭവിച്ചതാണ് ഇപ്പോൾ കണ്ടത്. നൂറ പ്രേമികൾ മുളച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ബിഗ് ബോസ് ഉദ്ദേശിച്ചതുപോലെ ഇവർക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് റേറ്റിംഗ് കൂട്ടുക എന്ന തന്ത്രം പുറത്തും ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നു. സ്വാഭാവികമായി ഒട്ടും സപ്പോർട്ട് കിട്ടാത്ത ഒരു ബന്ധമാണ് അവരുടേത്. ഇപ്പൊ അതിൽ ഒരാളെ വല്ലാതെ പുകഴ്ത്തിയും മറ്റേയാളെ ഇകഴ്ത്തിയും കാണുന്ന ഈ പോസ്റ്റുകൾ അവരെ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും തെറിവിളികളിലൂടെ തകർക്കാൻ കഴിയാത്ത അവരുടെ ബന്ധത്തെ ഇത്തരമൊരു കോൺഫ്ലിക്റ്റിലൂടെ തകർക്കാൻ കഴിയുമോ എന്ന് നോക്കുകയാണ് ഇപ്പോൾ മലയാളികൾ. ഏത് ബന്ധത്തിലായാലും, അതിപ്പോ ഹോമോസെക്ഷൽ ആയാലും ഹെട്രോസെക്ഷൽ ആയാലും, ഒരാളുടെ സൗന്ദര്യത്തെ വല്ലാതെ പുകഴ്ത്തി മറ്റേയാളെ വല്ലാതെ ഇടിച്ചു താഴ്ത്തിയാൽ അവർക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പരീക്ഷണത്തെ നേരിടാൻ നല്ല സ്ട്രോങ് ആയിരിക്കണം രണ്ടുപേരും. സത്യത്തിൽ ഇതൊരു തരംതാണ പരിപാടിയായാണ് എനിക്ക് ഫീൽ ചെയ്തത്. നൂറ ബിഗ് ബോസിലുള്ള ഏതെങ്കിലും ഒരു ആണിനെ പ്രേമിക്കണം, എന്നിട്ട് ആദില ഒറ്റയ്ക്കാകണം, വൻ ട്വിസ്റ്റ് ആയിരിക്കും അത് എന്നൊക്കെ ആലോചിച്ച് സന്തോഷിക്കുന്ന ഒരുപാട് കമന്റ്സ് കണ്ടു. ഒരു ബന്ധവും എക്കാലവും ഒരേപോലെ ഇരിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്നാൽ ഇങ്ങനെ സംഭവിക്കണേ എന്ന് ആഗ്രഹിക്കുന്ന മനസ്സുകൾ അത് എന്ത് തരം മനസ്സാണ്? ബിഗ് ബോസ് കാരണം എന്തും സംഭവിക്കാം. ഒരു പക്ഷേ ആദിലയെയും നൂറയെയും കുറ്റം പറയുന്ന ജനമനസ്സുകളിൽ തങ്ങളുടേതായ ചില ക്വാളിറ്റി കൊണ്ട് ഇവരിടം പിടിച്ചേക്കാം. അതല്ലെങ്കിൽ ഈ മാനിപ്പുലേഷൻസിൽ വീണു പോയേക്കാം. പക്ഷെ എന്ത് തന്നെയായാലും പുറത്തുള്ള ഈ കളി നല്ലതായി തോന്നുന്നില്ല. വേറൊന്ന് ഞാൻ കണ്ടത്, ഇവർ പിരിഞ്ഞാൽ ലെസ്ബിയൻ എന്ന സംഭവം തന്നെ ഫേക്ക് ആണെന്ന് തെളിയും എന്നാണ്. സാധാരണ ബ്രേക്കപ്പ് ഒക്കെ തേപ്പെന്ന് വിളിച്ച് അലമുറയിടുന്ന ആളുകളാണ് ഇവിടെ ഇവർ പിരിയാൻ വേണ്ടി കണ്ണും നട്ടു നിൽക്കുന്നതെന്ന് ഓർക്കണം. അതായത് ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്പിലെ ബ്രേക്കപ്പിന്റെ വേദന മാത്രമേ ഇത്തരം ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അല്ലാത്ത ബന്ധങ്ങളിലെ ഇത്തരം ബ്രേക്കപ്പ് ഇവർക്ക് ചിരിച്ചു രസിക്കാനുള്ള സംഗതിയാണ്. അപ്പൊ എന്താണ് ഇവർക്കിടയിൽ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന മലയാളികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.